അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായ ദുൽഹജ്ജ തിങ്കളായിട്ട് ഇക്കടെ വന്നോട്ടുള്ള എപ്പായിട്ട് ഇക്കടെ പരിശുദ്ധമായ ദുൽഹജ്ജ തിങ്കൾ തുടങ്ങണത് എന്തെല്ലാം കാര്യമായിട്ട് ഇക്കടെ നിങ്ങൾ ആക്കണായ നോമ്പടിക്കുമ്പോൾ നെയ്യത്ത് വെക്കടെ റൂപ്പ എങ്ങനെയായിട്ട് ഇക്കടെ എല്ലാ വിഷയമായിട്ട് ഇക്കടെ ഇന്നതാ നിങ്ങളൊട്ടിക്ക് ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കടങ്ങ ഇത്ര ആൽമാറും ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കടങ്ങ ಅದರ ಕೀಲು ചൊമ്മ വിഷയിച്ചൊന്നിട്ടു ദ്വാർക്കൊന്നോട്ട് ഏൽപ്പിച്ചങ്ങ് അർഹമുർ റഹീമീനായ റബ്ബ് അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, എപ്പായിട്ട് ഇക്കടെ പരിശുദ്ധമായ ദുൽഹജ്ജ തിങ്കൾ തുടങ്ങണത് റായത്തില് നാലക്കല് തിങ്കളാസ് കഴിഞ്ഞ് ജാവോ മാത കണ്ടെത്തേണ്ട കണ്ടെങ്കിൽ ദുൽഹജ്ജ ഒന്നായിട്ട് ഇക്കടെ ഗൾഫിലുള്ള എനിക്ക് താൽമാർഗ നാല് തിങ്കളാസരണ്ട് ജാവുക മാത കണ്ടെത്തേണ്ട കണ്ടെങ്കിൽ ദുൽഹജ്ജ ഒന്നായിട്ട് ഇക്കടെ ശ്രേഷ്ഠമായിട്ടുള്ള പരിശുദ്ധമായ കണിക്കത്തെ ഒരു തിങ്കളായിട്ടിക്കടെ ദുൽഹജ്ജ തിങ്കൾ ചൊല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ജാഗകൾ ചില വസ്തുങ്ങൾ ചില തിങ്കളകൾ വലിയ ബഹുമാനമായിട്ട് ഇക്കടെ കൊടുത്തത്. അതിൽ ഒന്നായിട്ട് ഇക്കടെ ദുൽഹജ്ജ തിങ്കൾ ചൊല്ലത്. മിൻഹ അർബഅത്തുൻ ഹുറുമ, അതായത് ഈ 12 തിങ്കളിൽ അള്ളാഹു തആല ചൊന്നിട്ടു അതിൽ 4 തിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠത്തെ കൊണ്ടുകൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് പഠിപ്പാടി തണ്ട്. അതിൽ ഒന്നായിട്ട് ഇക്കടെ പരിശുദ്ധമായ ദുൽഹജ്ജ തിങ്കൾ ചൊല്ലത്. പരിശുദ്ധമായ ഖുർആന്റെ 89 സൂറത്തായിട്ട് ഇക്കടെ സൂറത്തുൽ ഫജ്ർ ചൊല്ലത്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നാല് പ്രോമിസ് ആക്കിയിട്ട് സത്യയിട്ട് ചൊല്ലത് കാണ്ട്. അപ്പൊ ഈ 10 നാല് ഏതായിട്ട് ഇക്കടെ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഗണിക്കത്തെ മുഫസ്സിരീങ്ങ ഖുർആൻ വ്യാഖ്യാന ആക്രഗണിക്ക് താൽമാർ എല്ലാവരും ചൊല്ലത് അത് പരിശുദ്ധമായ ദുൽഹജ്ജ തിങ്കളിലെ ഫസ്റ്റ് 10 നാളായിട്ട് ഇക്കടെ. ആ ഫസ്റ്റ് 10 നാൾ കൊണ്ട് അല്ലാഹു തആല സത്യം കണ്ടെങ്കിൽ ആ 10 നാൾ എത്ര ബഹുമാനിക്കൊണ്ട് ഒന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കൂ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിൽ ശ്രേഷ്ഠമായ നാല് ഏതെന്ന് കേട്ടെങ്കിൽ പരിശുദ്ധമായ ദുൽഹജ്ജ തിങ്കളിലെ ആ ഫസ്റ്റ് 10 നാളായിട്ട് ഇക്കടെ. 10 നാളുകൾ വലിയ ശ്രേഷ്ഠത്തെയായിട്ട് ഒന്ന് പരിശുദ്ധമായ റമളാൻ തിങ്കളിലെ ലാസ്റ്റ് 10 നാൾ, അതേപോലെ ദുൽഹജ്ജ തിങ്കളിലെ ഫസ്റ്റ് 10 നാൾ, മുഹറം തിങ്കളിലെ 10 ഫസ്റ്റ് നാൾ. ഈ 10 വലിയ ബഹുമാനമായിട്ട് ഇക്കടെ. അതേ ടൈമിലോ റമളാന്റെ ലാസ്റ്റ് 10 യാറെ ശ്രേഷ്ഠത്തെ ഉള്ളേ അല്ല ദുൽഹജ്ജ തിങ്കളിലെ ഫസ്റ്റ് 10 നാളുക യാറെ ശ്രേഷ്ഠത്തെ ഉള്ളേന്ന് ചൊല്ലി കണിക്കത്തെ വിഷയത്തില് ആലിമീങ്ങ ഡിസ്കസ് ആക്കിയത് സമയത്ത് കാണ്ട്. അപ്പൊ ഒന്ന് ആലോചനാക്കൂടെ നിങ്ങൾ ഈ ഒരു ദുൽഹജ്ജ തിങ്കളിൽ ആ ഫസ്റ്റ് 10 നാൾ എത്ര ബഹുമാനിക്കൊണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു ഓരോ നാൾ ഇക്കുല്ലി യൗമിൻ അൽഫു യൗം, ഓരോ നാളും 1000 നാളിലെ പവറായിട്ട് ഇക്കടെ പ്രതിഫലമായിട്ട് ഇക്കടെ ഉള്ളോട്ട്. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. പടച്ച റബ്ബ് നിങ്ങൾ ആക്കടെ ഇബാദത്തില് ചൊമ്മ പിറുസ ചൊമ്മ ഇഷ്ടമുള്ളത് ഈ ദുൽഹജ്ജ തിങ്കളിലെ ഫസ്റ്റ് 10 നാളാക്കടെ ഇബാദത്തുകായിട്ട് ഇക്കടേണ്ട മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചൊല്ലുമ്പോഴത്തേക്കോ സ്വഹാബത്തുൽ കിറാം കേൾക്കാറ് ജിഹാദിനെക്കാളും പവറുണ്ട് നബിയെ, ഒക്കെ ജിഹാദിനായിട്ടും പവറുണ്ട്. അതേ ടൈമിൽ ഒരാള് അവന്റെ ശരീരത്തെയും ആസ്തിയും എല്ലാത്തെയും അള്ളാഹുബേനായിട്ട് ദീനികബേനായിട്ട് സമർപ്പനാക്കുന്നത് ബുട്ടേന് കണ്ടെങ്കിൽ പടച്ച റബ്ബ് ആരെ ഇഷ്ടമുള്ളത് ഈ ഒരു 10 നാള് നിങ്ങൾ എടുക്കടെ ഇബാദത്തുകായിട്ട് ഇക്കടേ. അപ്പൊ ഈ ഒരു 10 നാള് നിങ്ങൾ ആക്കണായ കാര്യം എന്തെല്ലാമായിട്ട് ഇക്കടെ. അത് ഫസ്റ്റ് ആ ജാവുകയെ നിങ്ങൾ അത് ശുറുവാക്കണം. അപ്പമേ നിങ്ങൾ ശുറുവാക്കിയെന്ന് കണ്ടെങ്കിൽ എല്ലാ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടേണ്ടായിട്ട് ഇക്കടെ. അപ്പൊ ഒന്നാമതായിട്ട് ദുൽഹജ്ജ തിങ്കൾ 1 ആയിട്ട് മാത കണ്ടെത്തും ചൊന്ത് നിങ്ങൾ സോഷ്യൽ മീഡിയത്തില അല്ലെ വേറെ നിലക്ക ഗുന്തായെന്ന് കണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആക്കണായത് ആ ഒരു ദിക്റായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാൽ റുഷ്ദിൻ വ ഖൈർ. ഈ ഒരു ദിക്റായിട്ട് ഇക്കടെ നിങ്ങൾ ചൊല്ലണം. അതിൽ പിന്നെ ആമന്തു ബില്ലാഹി അല്ലദീ ഖലഖക്
ആമന്തു ബില്ലാഹില്ലദീ ഖലഖക്, ആമന്തു ബില്ലാഹില്ലദീ ഖലഖ് ഒരു 3 വട്ടം ചൊല്ല. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽ ഖഅദ വജാഅ ബിശഹരി ദിൽ ഹിജ്ജ. അപ്പൊ ഈ ദിക്റിങ്ങ ഈ ദുആങ്ങായിട്ട് ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചൊല്ലണ. ഇത് നിങ്ങൾ ചൊന്നാണ്ട് കണ്ടെങ്കിൽ ആ ഒരു തിങ്ങലിൽ എല്ലാ ബറക്കത്തും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിട്ട് മാത്രമല്ല ആ ഒരു തിങ്ങലിൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായിട്ടുള്ള സഹായവും അതേപോലെ കാവലും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫസ്റ്റ് നിങ്ങൾ മറക്കൂ തീരാ. ഫസ്റ്റ് ഇതായിട്ട് ഇവിടെ നിങ്ങൾ ചൊല്ലണ. രണ്ടാമത്തത് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാ ഓതകു സുന്നത്തിന്നേന് കണ്ടെങ്കിലും ഒരു തിങ്കൾ തുടങ്ങുന്ന ഫസ്റ്റ് 2 സൂറത്തുൽ മുൽക്ക് ഓതിയേന് കണ്ടെങ്കിൽ ചൊമ്മ പ്രത്യേകത്തെ ചൊമ്മ മഹത്വമായിട്ട് ഇക്കടത് കൊല്ലത്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതാ. മൂന്നാമതായിട്ട് സൂറത്തുൽ ഫജർ. ഫസ്റ്റ് 10 നാൾ ഒന്നിനെ പിടിച്ചിങ്ങനെ 10 നോല എല്ലാ ജാവും സൂറത്തുൽ ഫജർ. പരിശുദ്ധമായ ഖുർആന്റെ 81 സൂറത്ത് ചെറിയ സൂറത്തായിട്ട് ഇക്കടെ. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ തുടങ്ങുന്ന എനിക്കത്തെ ആ ഒരു സൂറത്ത് എല്ലാ നാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലകണിക്കത്തെ ഹദീസിൽ കാണ്ട് മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫിൽ ലയാലിൽ അശ്രി 10 നാൾ ആറായിട്ടിക്കടെ ഈ സൂറത്തുൽ ഫജ്ർ ഓതരുത് അവന്റെ എല്ലാ ദോഷവും യജമാനനായ റബ്ബ് പുറത്തു കൊടുക്കുടാണ്ടായിട്ടിക്കടെ. നാലാമത്തത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ഒരു 10 നാൾ ധാരാളമായിട്ട് നിങ്ങൾ തഹ്ലീൽ ചൊല്ലണോ, അല്ലാഹു അക്ബർ ചൊല്ലണോ, സുബ്ഹാനല്ലാഹ് ചൊല്ലണോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ശ്രേഷ്ഠമായ ഒരു ദിക്റായിട്ടിക്കടെ. അതിലൊട്ടിങ്ങനെ നിങ്ങൾ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ഇതും സേർബാട്ടി ധാരാളമായിട്ട് ചൊല്ലാണ്ടായിട്ടിക്കടെ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മിഅറാജിക്ക് പോയ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ കണ്ടപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളെ ഉമ്മത്തിൽ നബി തങ്ങളൊട്ടിಗೆ ചൊല്ലു നിങ്ങളെ ഉമ്മത്തിലൊട്ടിಗೆ ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ല എനിക്കത്തെ ഈ ഒരു ദിക്ർ യാറെ ചൊല്ലുക. ഈ ഒരു ദിക്ർ ഒരാൾ ചൊല്ലുമ്പോൾ അയാൾ സ്വർഗത്തിൽ ഒരു തൈ നട്ട പോലെയായിട്ട് ഇക്കിടേണ്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊന്നതായിട്ട്. അതുകൊണ്ട് ധാരാളമായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക. നാലാമത്തത് അഫ്ദലു ദിക്ർ. ദിക്റിൽ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായിട്ട് ഇക്കടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കത്താ ദിക്ർ. അത് ധാരാളമായി ചൊല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ശ്രേഷ്ഠമായ ഒരു ദിക്ർ ധാരാളമായിട്ട് ഈ 10 നാളിൽ ഞങ്ങൾ ചൊമ്മപട്ട് ഇത് ചൊല്ല. അഞ്ചാമത്തത് ഒന്നിനെ പിടിച്ചെങ്കിൽ ഒലിമ്പത്തോല അറഫ നാളത്തോല നോമ്പ് പിടിക്കൽ വലിയ സുന്നത്തായിട്ടുള്ള എനിക്കെത്തൊരു വിഷയമായിട്ട് ഇക്കടെ. ഈ ഒന്നിനെ പിടിച്ചിട്ട് 8 തോലം ഞങ്ങൾ പിടിക്കണ എനിക്കത്തെ നോമ്പുകോ ഒരു വർഷം നോമ്പ് പിടിച്ച എനിക്കത്തെ പ്രതിഫലം ഉണ്ടോട്ടായിട്ടിക്കടെ. അറഫ നാൾ ഞങ്ങൾ പിടിക്കണ എനിക്കത്തെ ആ നോമ്പ് 2 വർഷം നോമ്പ് പിടിച്ച എനിക്കത്തെ ഒരു ഇബാദത്തിലെ പ്രതിഫലമായിട്ടിക്കടെ യജമാനായ റബ്ബ് തന്നെ. അപ്പൊ എന്താണ് ഒന്നിനെ പിടിച്ചിട്ട് ഒലിമ്പോ തോല സാധ്യമാണ് നോമ്പ് പിടിക്കാണ്ടായിട്ടിക്ക വലിയൊരു സുന്നത്തുമായിട്ടിക്കടെ. ഇനി നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയായിട്ടിക്കടെ നീയത്ത് വെക്കണായി. ഇപ്പൊ ദുൽഹിജ്ജ 1-2 ഒരാൾ നോമ്പ് പിടിക്കണമെങ്കിൽ ദുൽഹിജ്ജ 1 സുന്നത്ത് നോമ്പ് അള്ളാഹുബേനായിട്ട് നാണ് പിടിക്കാൻ ചെന്നിട്ട് അത്ര നീയത്ത് വെച്ച മയ്യാവും. അതേപോലെ സമയത്ത് ഇപ്പൊ തിങ്കളാസ് ബാലാസറുണ്ട്. അത് അണ്ടത്തെ 4 പറയുമ്പോൾ അന്റെ തിങ്കളാസര സുന്നത്തും കൂടി അതൊരു സേർബാട്ട. ബാലാസര 4 പറയുമ്പോൾ ബാലാസര ആ സുന്നത്തും സേർബാട്ട. ഇനി കലാ ആയിട്ടുള്ള നോമ്പോ ഇന്നേന്റെ കണ്ടെങ്കിൽ അതിലൊട്ടിಗೆ എൻ്റെ കലാ ആയ നോമ്പും കൂടി നാം പിടിക്കാൻ ചെന്നിട്ട് അതിലൊട്ടിಗೆ നീയത്ത് വെച്ചെങ്കിലായിട്ട് ഇങ്ങനെ നീയത്ത് വെച്ചിട്ട് നോമ്പ് പിടിക്കാണ്ടായിട്ടിക്കടെ. അപ്പൊ നോമ്പ് പിടിക്കൽ ശ്രേഷ്ഠമായ ഗണിക്കത്തെ ഒരു നാളും കൂടിയായിട്ടിക്കടെ. ആറാമത്തത് ഈ ഉളുഹിയ്യത്തിലെ അറക്കിട ഗണിക്കത്തെ മൃഗത്ത് കാണുമ്പോൾ തക്ബീർ ചൊല്ലാണ്ടായിരിക്കും. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായി ഉളുഹിയ്യത്തിലെ എല്ലാ വിഷയവും കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നതായിട്ടിക്കടെ. അപ്പൊ ആ മൃഗത്തെ ഞങ്ങൾ കാണുമ്പോഴത്തേക്കോ അല്ലാഹു അക്ബർ ചൊല്ലാണ്ടായിരിക്കും. ഏഴാമത്തത് ഇനി ഉളുഹിയ്യത്ത് അറുക്കും ഉദ്ദേശിക്കണ ഗണിക്കത്തെ ആൾമാർ അങ്ങ ഈ ദുൽഹിജ്ജ തുടങ്ങണേക്ക് മുന്നോലെ അങ്ങനെ ഉഗുറു ഈ മുടിയെല്ലാം എടുത്തിട്ട് ഒന്ന് റെഡിയായി നിൽക്കാണ്ടായിട്ടിക്കടെ. ഈ ദുൽഹിജ്ജ തുടങ്ങിയിട്ട് ഈ അറുക്കിട ടൈം തോല അങ്ങ മുടിയും അതേപോലെ ഉഗുറെല്ലാം എടുക്കാണ്ടിക്കലായിട്ടിക്കടെ സുന്നത്ത് എടുക്കൽ കറാഹത്തുമായിട്ടിക്കടെ. കാരണം എന്തെങ്കിലും ആ ഉളുഹിയ്യത്തിലെ എല്ലാ ശ്രേഷ്ഠത്തെയും അവന്റെ ശരീരത്തിലെ പ്രതി പാർട്സും കിട്ടുക വേണായിട്ടായിട്ടിക്കടെ ഇങ്ങനെ ആ ഒരു എടുക്കാണ്ടിക്കലായിട്ടിക്കടെ ആ സമയത്തിൽ സുന്നപ്പ ആരെങ്കിലും ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കണ എനിക്ക് താൽമാർ ഇപ്പൊ നാളെ ദുൽഹിജ്ജ തുടങ്ങണേക്ക് മുന്നോലെ ഇപ്പൊ 4 തിങ്കളാഴ്ച
ബാങ്കിൽ ഉഗുറും അതേപോലെ മുടിയെല്ലാം എടുത്തിട്ടൊന്ന് റെഡിയായിട്ട് അതിക്ക് വേനായിട്ടൊന്ന് റെഡിയായിട്ട് നിൽക്കാണ്ടായിട്ട് ഇക്കടെ. എട്ടാമത്തത് ധാരാളമായിട്ട് സ്വതക്ക കൊടുക്കാണ്ട്. ഈ 10 നാൾ ഞങ്ങൾ കൊടുക്കണേ എനിക്ക് സ്വതക്കത്ത് വലിയ പ്രതിഫലമായിട്ട് ഇക്കടുള്ളൂ. അപ്പൊ ധാരാളമായിട്ട് സ്വതക്ക കൊടുക്കുക. 10ാമത്തത് ഞങ്ങളെ കുടുംബത്തൊട്ടി അല്ലെങ്കിൽ ഇത്ര ആൾമാരൊട്ടി എന്തെങ്കിലും ഞങ്ങൾ പിണങ്ങിട്ട് അർസാക്കി തെച്ചിട്ടിന്നേട് കണ്ടെങ്കിലും അതെല്ലാം പിറുസാക്കിയിട്ട് ഈ 10 നാൾ ധാരാളമായിട്ട് ഞങ്ങൾ ഇബാദത്തെടുക്കുക. ഈ 10 നാളിൽ ഞങ്ങൾ ബഹുമാനിക്കുക. പടച്ച റബ്ബ് ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായിട്ട് ദ്വാക്ക് ഇജാബത്തുള്ള എണിക്കത്തെ 4 കൂടിയായിട്ട് ഇക്കടി 1.5 പിടിച്ചെങ്കിൽ 10 തോല ചൊല്ല എണിക്കത്തെ 4 ചൊല്ലത് ധാരാളമായിട്ട് ദ്വാർക്ക് നിങ്ങൾ ദ്വാർക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഒട്ടിಗೆ ಸೇರ್ಪಾടുന്ന വസിയത്താക്കിക്കൊണ്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളിലും ആ ഫസ്ര 10 നാളത്തെ എല്ലാ ബറക്കത്തും റഹ്മത്തും പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലെ ബഹുമാനിക്കും ധാരാളമായിട്ട് ഇബാദത്തെടുക്കൂല്ലേ ആ വലിയ തൗഫീക്ക് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.